നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംവരണ നയം അട്ടിമറിക്കുവാൻ RSS ശ്രമിക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കയ്പമംഗലത്തും എടത്തിരുത്തിയിലും UDF മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടത്തി. SKSSF കയ്പമംഗലം മേഖലാ സമ്മേളനത്തിന് തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക്. സംവരണ നയം അട്ടിമറിക്കുവാൻ RSS ശ്രമിക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. മതിലകത്ത് LDF സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയതയ്ക്കെതിരെ സംസാരിക്കുന്നവരെ ഒന്നൊന്നായി കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന RSS സ്വാമി വിവേകാനന്ദനെയും സർദാർ വല്ലഭായ് പട്ടേലിനെയും കാവിയണിയിക്കുവാൻ ശ്രമിക്കുകയാണെന്നും കാനം പറഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി ഐക്യത്തോടുകൂടി തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോവുകയാണ്. 21,000-ലധികം സീറ്റുകൾ ഉള്ളതിൽ ചിലപ്പോൾ അവിടെയോ ഇവിടെയോ ഒന്നോ രണ്ടോ സീറ്റുകളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായി കാണുകയില്ല. നാളെ അതെല്ലാം പരിഹരിക്കും, അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് പരിഹരിക്കും. എന്നാൽ UDFിന്റെ സ്ഥിതി എന്താ? ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ള മുന്നണി UDF ആണ്. LDFന് ഒരു പഞ്ചായത്ത് വാർഡിൽ ഒരു പ്രതിനിധിയേ ഉള്ളൂ, ഒരു സ്ഥാനാർത്ഥിയേ ഉള്ളൂ. എന്നാൽ തൊട്ടടുത്ത് മലപ്പുറം ജില്ലയിലേക്ക് നിങ്ങളൊന്ന് കടന്നു പോകൂ, വണ്ടി ഓടിച്ച് അതുവഴി പോകൂ. അവിടെ എത്ര സ്ഥാനാർത്ഥികളാണ് UDFന്റെ എന്ന് പറഞ്ഞ് ഓരോ പഞ്ചായത്തിലും ഉള്ളത് എന്ന് വോട്ടർമാർക്ക് പോലും ഇപ്പൊ കൺഫ്യൂഷനാണ്. 27 പഞ്ചായത്തുകളിൽ ഐക്യജനാധിപത്യ മുന്നണിയിൽ 4.5 വർഷക്കാലം ഒരുമിച്ച് ഭരിച്ച കോൺഗ്രസും ലീഗും അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുക. ഇന്നലെ ഞാൻ കോഴിക്കോട് ആയിരുന്നു. CPIM ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ യോഗത്തിൽ അധ്യക്ഷനായി. ET ടൈസൺ മാസ്റ്റർ, CPIM നേതാവ് NR ബാലൻ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, VS സുനിൽകുമാർ MLA, KG ശിവാനന്ദൻ, ഉമേഷ് ചള്ളിയിൽ, KS മുഹമ്മദ് തുടങ്ങിയവരും സംസാരിച്ചു. UDF കയ്പമംഗലം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കാളമുറിയിൽ നടന്നു. TN പ്രതാപൻ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. PA ഇബ്രാഹിം ഹാജി അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട്, KP ധനപാലൻ, ജോസ് വള്ളൂർ, ശോഭ സുബിൻ, PB താജുദ്ദീൻ, KF ഡൊമിനിക്, PMA ജബ്ബാർ, KK അഫ്സൽ, അനിത ബാബു, KD നീലാംബരൻ തുടങ്ങിയവരും സംസാരിച്ചു. ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ളവരുടെ പേരിലുള്ള സ്റ്റാമ്പ് പോലും, പോസ്റ്റൽ സ്റ്റാമ്പ് പോലും പിൻവലിക്കുന്ന സമീപനം സ്വീകരിച്ച് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. ഞാൻ എന്തിനധികം പറയുന്നു, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സൂര്യൻ ശ്രമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് കെട്ടിക്കെട്ടിച്ച ആ ഐതിഹാസികമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ പോലും മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. എന്തിനധികം പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഗാന്ധിജിയെ കൊന്ന വർഗീയവാദിയായ നാഥുറാം ഗോഡ്സെയുടെ പേരിൽ അമ്പലം പണിയാൻ പോലും കേന്ദ്രത്തിലെ നരേന്ദ്രമോദി ഗവൺമെന്റ് മുന്നോട്ട് വരുന്ന കാഴ്ച നാം കാണുന്നു. അങ്ങനെ ദേശീയ രംഗത്ത് ഉണ്ടായ രാഷ്ട്രീയ വിപത്തായി ഇന്ന് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരായി കൊണ്ടും നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും BJPയുടെ കൂടി എതിർക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്ക് വന്നിരിക്കുന്നു. BJP കേന്ദ്രത്തിലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് സാമ്പത്തിക സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കാകുന്ന രീതിയിൽ നാം നേരിടുന്നു. UDF എടത്തിരുത്തി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. എടത്തിരുത്തി പ്രിയദർശിനി ഹാളിൽ നടന്ന കൺവെൻഷൻ DCC സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. CP അക്ബർ ഹാജി അധ്യക്ഷനായി. സുനിൽ അന്തിക്കാട്, ശോഭ സുബിൻ, TK പ്രകാശ്, KK രാജേന്ദ്രൻ, മോഹനൻ കട്ടികുളം, വാസന്തി രമേശ് ബാബു, KM മധുസൂദനൻ, KM കുഞ്ഞിബാവ തുടങ്ങിയവരും സംസാരിച്ചു. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി മഹിളാ കോൺഗ്രസിൻ്റെ നേതാവ് സൂചിപ്പിച്ചു. കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിയ നല്ല കാര്യങ്ങൾ വരുമ്പോൾ അത് പറയാൻ ആളുകൾക്ക് കുറച്ച് മടിയാണ്. എന്തെങ്കിലും മോശം കാര്യങ്ങൾ ഗവൺമെൻറ്റിനെ കുറിച്ച് ഉണ്ടായാൽ അത് ഗംഭീരമായിട്ട് പറയും. ഇവിടെ സാഹിത്യ വിഭാഗമൊക്കെ മാത്രം പ്രചരിച്ചു. മുല്ലനേഴി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 22-ന് രാവിലെ 10 മണി മുതൽ
സാഹിത്യ അക്കാദമി ഹാളിൽ മുല്ലനേഴി അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടത്തുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന മുല്ലനേഴി കവിതകളുടെ ആലാപന മത്സരത്തോടെയാണ് പരിപാടികൾ ആരംഭിക്കുക. പ്രൊഫസർ KU അരുണൻ കവിതാ ആലാപന മത്സരം ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ NR ഗ്രാമപ്രകാശ് അധ്യക്ഷനാകും. തുടർന്ന് ചേർപ്പ് സാധകം വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ മുല്ലനേഴിയുടെ കവിതകളും ഗാനങ്ങളും അവതരിപ്പിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് കവി സമ്മേളനവും വിദ്യാലയ കാവ്യ പ്രതിഭാ പുരസ്കാര സമർപ്പണവും നടത്തും. 4 മണിക്ക് നടക്കുന്ന മുല്ലനേഴി അനുസ്മരണ പുരസ്കാര സമർപ്പണ ചടങ്ങ് MA ബേബി ഉദ്ഘാടനം ചെയ്യും. അശോകൻ ചെരുവിൽ അധ്യക്ഷനാകും. മുല്ലനേഴി പുരസ്കാര ജേതാവ് കരിവള്ളൂർ മുരളിക്ക് ഫൗണ്ടേഷൻ പ്രസിഡന്റ് KR മോഹനൻ പുരസ്കാര സമർപ്പണം നടത്തും. അവിണിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പ്രൊഫസർ MR ശങ്കരനാരായണൻ പ്രശസ്തി പത്രം സമർപ്പിക്കും. 15,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന മുല്ലനേഴി പുരസ്കാരം അവിണിശ്ശേരി സർവീസ് സഹകരണ ബാങ്കാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ മുല്ലനേഴി ഫൗണ്ടേഷൻ സെക്രട്ടറി രാവുണ്ണി, പ്രിയനന്ദനൻ, JN കോമ്രേഡ് എന്നിവരും പങ്കെടുത്തു. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ സനാതന ധർമ്മപാഠശാലയുടെ ആഭിമുഖ്യത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ശ്രീമദ് ഭാഗവത നവാഹ യജ്ഞം സമാപിച്ചു. യജ്ഞാചാര്യൻ ജയേഷ് ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പാരായണവും പ്രഭാഷണവും നടന്നു. ലളിത സഹസ്രനാമ ജപത്തിന് ശേഷം യജ്ഞം സമാപിച്ചു. മഹാനവമി ദിനമായ വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് ശ്രീമദ് ലളിത സഹസ്രനാമ സമൂഹാർച്ചനയും നടക്കും. വിജയദശമി ദിനമായ വെള്ളിയാഴ്ച വിദ്യാർത്ഥികൾക്ക് സരസ്വതി അഷ്ടോത്തര ശതാർച്ചനയും ഉണ്ടാകും. അർച്ചനയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് പൂജിച്ച സാരസ്വതം നെയ്യും വിതരണം ചെയ്യും. സാമൂഹ്യനീതി വകുപ്പിന്റെ പോഷകാഹാര വാരാചരണത്തിന്റെ ഭാഗമായി അംഗൻവാടികളിൽ പോഷകാഹാര പാചക മത്സരം നടത്തി. കയ്പമംഗലത്തെ 11ാം വാർഡ് ഹരിശ്രീ അംഗൻവാടിയിൽ നടത്തിയ ചടങ്ങിൽ കൂരിക്കുഴി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ JHI ബിനോജ് ക്ലാസ് എടുത്തു. സിവ മുഹമ്മദ്, വെൽഫെയർ കമ്മിറ്റി അംഗം ശാരദ തുടങ്ങിയവരും സംബന്ധിച്ചു. മീറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ്, എല്ലാ പയറുവർഗ്ഗങ്ങളും. ഇതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ് കുട്ടികൾക്ക് എപ്പോഴും കൊടുക്കേണ്ടത്. കുട്ടികൾക്ക് കൊടുക്കേണ്ട ഫുഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രോട്ടീൻ റിച്ച് ഫുഡ് തന്നെയാണ് കൊടുക്കേണ്ടത്. പക്ഷേ മുതിർന്നവരെ സംബന്ധിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ ബോഡിക്ക് ആവശ്യമുള്ള ഫുഡാണ് കഴിച്ച് ശീലിക്കേണ്ടത്. ഇപ്പോൾ ഒരാൾ ഒരു കൂലിപ്പണിക്ക് പോകുന്ന ഒരാളാണ്. ആൾ രാവിലെ മുതൽ വൈകിട്ട് വരെ നന്നായി അധ്വാനിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് കലോറി കൂടുതലുള്ള ഭക്ഷണം കഴിക്കേണ്ടി വരും. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ പ്രിയദർശിനി അംഗൻവാടിയിൽ ഭക്ഷ്യമേള നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ TK ചന്ദ്രബാബു, ഗീതാ മോഹൻദാസ്, ICDS ഓഫീസർമാർ, ICDS അംഗങ്ങൾ, ആശാ വർക്കർമാർ, രക്ഷിതാക്കൾ തുടങ്ങിയവരും പങ്കെടുത്തു. ചന്ദ്രാപ്പനി ഹരിശ്രീ അംഗൻവാടിയിൽ ഭക്ഷ്യമേള ഉണ്ടായിരുന്നു. പഞ്ചായത്ത് അംഗം TK ചന്ദ്രബാബു, അംഗൻവാടി വർക്കർ ഉഷാകുമാരി, ഹെൽപ്പർ ശോഭന, നിജി ലെനീഷ്, വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരും സന്നിധരായിരുന്നു. കുട്ടികൾക്ക് ഏറ്റവും പോഷകം അടങ്ങിയ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് അമ്മമാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. അപ്പോൾ നമ്മൾ പോഷകാഹാരം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ബേക്കറി സാധനങ്ങളിൽ പരമാവധി ഒഴിവാക്കുക. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെ കുട്ടികളെ ചെറുപ്പത്തിലെ ഭക്ഷിക്കാനായിട്ട് ശീലിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഈ ഇടവേള.